ഹല്ലേലൂയ. ഈ 2 മണിക്കൂർ സമയം സ്വർഗം നയിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവദൂതന്മാർ നയിച്ച ഒരു മഹനീയമായൊരു ശുശ്രൂഷയിലായിരുന്നു നമ്മളായിരുന്നത്. നമ്മുടെ കണ്ണുകളെ വിശ്വാസത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. ഇരുകരങ്ങളെയും ദൈവത്തിനു മുമ്പിൽ നമുക്ക് തുറന്നു പിടിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ റാലിയിലുണ്ടായിരുന്ന വ്യക്തിപരമായ നിയോഗങ്ങൾ, ഇനി ഒരു നിയോഗവും ഇല്ലാതെയാണ് നിങ്ങളിവിടെ വന്നത്. പക്ഷെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിലെ പ്രാർത്ഥനകൾ കർത്താവ് ഇപ്പോൾ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നമ്മൾ ഈ 2 മണിക്കൂറുകളിൽ ലോകത്തിന് മുമ്പിൽ അവിടുത്തെ സാക്ഷികളായിരുന്നു. നമ്മളെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ആ ദൈവത്തിൻ്റെ ആത്മാവ് കൂടുതൽ ഇരട്ടി ശക്തിയോടെ, ഇരട്ടി കരുത്തോടെ, സൗഖ്യവും സമാധാനവും ശക്തിയും അധികാരവും സന്തോഷവും ആനന്ദവുമായി നമ്മളെല്ലാവരിലും, നമ്മുടെ ദേശത്തും ഭവനങ്ങളിലും എല്ലാം ഇറങ്ങി വരട്ടെ. പാവനാത്മാവേ, നീ വരണമേ. എല്ലാ കണ്ണുകളെയും അടച്ച് കണ്ണുകളെ തുറന്നു പിടിച്ച് കർത്താവേ, സന്ധ്യാസമയത്ത് അങ്ങേ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ അങ്ങേ ആത്മാവിൻ്റെ അത്ഭുതകരമായ ശക്തി ചലിക്കുമാറാകട്ടെ. ജീവനും ഉണർവും നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അധികാരവും അഭിഷേകവും നിങ്ങളിലുള്ള ഭാരങ്ങളും രോഗങ്ങളും വ്യാധികളും എല്ലാം എടുത്തു മാറ്റി ആത്മാവിൽ കരുത്തും ധൈര്യവുമുള്ളവരായി നിങ്ങൾ ഉയർത്തട്ടെ, അഭിഷേകം ചെയ്യട്ടെ. ഏറ്റവും സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിക്കാം. എല്ലാവരും വാടും നീതും
പരിശുദ്ധാത്മാവേ, അവിടുന്നാണ് ദൈവത്തിൻ്റെ ജീവൻ. എല്ലാ നന്മകളും പുറപ്പെടുന്നത് അങ്ങിൽ നിന്നാണ്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ ശക്തി, അങ്ങയുടെ അഗ്നിയുടെ അത്ഭുതകരമായ ചലനം ഈ പ്രിയപ്പെട്ട ഓരോരുത്തരുടെ മേൽ ഉണ്ടാകട്ടെ. ഈ നഗരത്തിൻ്റെ മേലുണ്ടാകട്ടെ, ഈ ദേശത്തിൻ്റെ മേലുണ്ടാകട്ടെ, ഈ ജില്ലയുടെ മേലുണ്ടാകട്ടെ. ഈ നഗരത്തിലെ എല്ലാ സംവിധാനങ്ങളുടെയും അധികാരങ്ങളുടെയും മേലുണ്ടാകട്ടെ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ സ്വതന്ത്രരാക്കുകയും തളർന്നുപോയവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് അങ്ങയുടെ ചൈതന്യം ഇവിടെ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശക്തൻ നഗറിൽ 2006 ഇറങ്ങി വന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഓർത്ത് സ്പിരിറ്റ് ഓഫ് ജീസസ് നന്ദി പറയുന്നു. 100 കണക്കിന് ആളുകൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച് അത്ഭുതകരമായ ശാരീരിക രോഗസൗഖ്യമുണ്ടായ അതേ മണ്ണിൽ നിന്ന് ഞങ്ങൾ വീണ്ടും അങ്ങയെ ആരാധിക്കുകയാണ്. ഈ രാത്രിയിൽ ഈ നഗരത്തിൽ ദൈവദൂതന്മാർ ഇറങ്ങി വരട്ടെ. കർത്താവ്, ഞങ്ങൾ ഇവിടെ നിന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച റഷ്യയിലും ഉക്രൈനിലും ഇറാഖിലും ഇറാനിലും ഇസ്രയേലിലും ലോകരാജ്യങ്ങളിൽ ചൈനയിലും കൊറിയയിലും എല്ലാം കർത്താവെ അവിടുത്തെ അധികാരം ഇറങ്ങി ചെല്ലട്ടെ. അസ്വസ്ഥമാക്കപ്പെടുന്ന എല്ലാ ലോകരാജ്യങ്ങളുടെ മേൽ, ബംഗ്ലാദേശിൻ്റെ മേൽ, ഇന്ത്യ മുഴുവൻ്റെ മേൽ, സമീപ രാജ്യങ്ങളുടെ മേൽ, എല്ലാ ലോകരാജ്യങ്ങളുടെ മേൽ അങ്ങയുടെ അധികാരത്തോടുകൂടിയ ആജ്ഞാവചനം ഇറങ്ങിച്ചെല്ലട്ടെ. ഈ രാത്രിവേളയിൽ ദൈവദൂതന്മാർ ലോകത്തെ സന്ദർശിക്കട്ടെ. ലോകത്തിന് സമാധാനമുണ്ടാകട്ടെ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ലോകം സംരക്ഷിക്കപ്പെടട്ടെ. മനുഷ്യകുലം സുരക്ഷിതരായിരിക്കട്ടെ. അങ്ങയുടെ പറ്റാത്ത ഉറവ, അങ്ങയുടെ വലിയ കരുണ ലോകം മുഴുവൻ്റെ മേലും ഇറങ്ങി വരട്ടെ. കർത്താവേ, ഈ കേരളത്തിൽ ദുരിതമനുഭവിക്കുന്ന വയനാട് മുതലുള്ള എല്ലാ ജില്ലകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എല്ലാം സമാധാനം ഉണ്ടാകട്ടെ. അങ്ങയുടെ കരുണ അവിടെ ഉണ്ടാകുമാറാകട്ടെ. കർത്താവിൻ്റെ കരുണ അവിടെ ഉണ്ടാകുമാറുമാകട്ടെ. ഈ രാത്രിയിൽ റഷ്യയുടെ മേലും ഉക്രൈൻ്റെ മേലും ഇറാഖിൻ്റെ മേലും ഇസ്രയേലിൻ്റെ മേലും പലസ്തീൻ്റെ മേലും കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ സമാധാനത്തിൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലട്ടെ. ലോകം മുഴുവനും സമാധാനം നൽകുവാൻ സമാധാനത്തിൻ്റെ രാജാവായി ഇറങ്ങി വന്ന യേശുക്രിസ്തുവിന് മാത്രം നൽകുവാൻ പറ്റുന്ന സമാധാനം എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കിടയിലും രാഷ്ട്രത്തലവന്മാർക്കിടയിലും ഉണ്ടാകട്ടെ. എല്ലാ യുദ്ധക്കുതികളും മാറിപ്പോകട്ടെ. എല്ലാ യുദ്ധവരികളും മാറിപ്പോകട്ടെ. എല്ലാം അവസാനിക്കട്ടെ. എല്ലാ കലാപങ്ങളും ശാന്തമാകട്ടെ. നമ്മുടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സംഘർഷഭരിതമായ എല്ലാ മേഖലകളിലേക്കും രാജ്യങ്ങളിലേക്കും രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുടെ മേൽ എല്ലാ അധികാരങ്ങൾക്കും ശക്തികൾക്കും ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും ഉപരിയായ നസ്രാന യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരവും ശക്തിയും ഈ രാത്രിയിൽ ഇറങ്ങിച്ചെല്ലട്ടെ എന്ന പ്രാർത്ഥനയോടെ, അധികാരത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഇടിമുഴക്കത്തിൻ്റെ കരുത്തോടെ അങ്ങയെ സ്തുതിക്കുന്ന വിശുദ്ധ ദൂതന്മാരുടെ സ്തുതിപ്പോടെ ഈ ജനത്തിൻ്റെ സ്തുതിപ്പുകൾ ഇപ്പോൾ ചേരട്ടെ. കർത്താവേ, ലോകത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ഋഷിയുടെ മേൽ കർത്താവായ യേശുവിൻ്റെ അധികാരം, യേശുനാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ കർത്തൃത്വം ഇറങ്ങിച്ചെല്ലട്ടെ. ഉക്രൈനിൽ സമാധാനം ഉണ്ടാകട്ടെ. ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നീതി നടത്തി കൊടുക്കണമേ കർത്താവേ. ആ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ കർത്താവേ. പലസ്തീനിലെ സമാധാനം ഉണ്ടാകട്ടെ. ഇസ്രയേലിലെ സമാധാനം ഉണ്ടാകട്ടെ. ഇറാഖിലെ സമാധാനം ഉണ്ടാകട്ടെ. ഇറാനിലെ സമാധാനം ഉണ്ടാകട്ടെ. ലബനനിലെ സമാധാനം ഉണ്ടാകട്ടെ. ബംഗ്ലാദേശിലെ സമാധാനം ഉണ്ടാകട്ടെ. എല്ലായിടത്തും സമാധാനം ഉണ്ടാകട്ടെ. ഇംഗ്ലണ്ടിലെ UK-യിലെ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ പ്രക്ഷോഭങ്ങളും അടങ്ങട്ടെ. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. ജനങ്ങൾ ശാന്തരാകട്ടെ. അധികാരികൾ ശാന്തരാകട്ടെ. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ.
അധികാരത്തോടു കൂടിയ ആജ്ഞാവചനം ഭൂമിയുടെ 4 കോണുകളിലേക്കും ഇപ്പോൾ ഇറങ്ങി ചെല്ലട്ടെ. ഭൂമിയുടെ 4 കോണുകളിലേക്കും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ചെല്ലട്ടെ. അധികാരത്തോടു കൂടിയ യേശു ക്രിസ്തുവിന്റെ ആജ്ഞാവചനം മുഴങ്ങട്ടെ. അടിമകൾ സ്വതന്ത്രരാകട്ടെ. ദേശമെല്ലാം സമാധാനം ഉണ്ടാകട്ടെ. അധികാരികൾ സമാധാനത്തിന് ഉടമകളായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. യേശു ക്രിസ്തുവേ, അങ്ങയുടെ അധികാരം, അവിടുന്നാണ് കർത്താവ്, അവിടുന്നാണ് അധികാരി. എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ള അങ്ങയുടെ അധികാരം 4 വായ്ക്കളും 4 ദിക്കുകളിലും അത് എത്തിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം 4 വായ്ക്കളും ഈ ലോകത്തിൻ്റെ ഭൂമിയുടെ 4 ദിക്കുകളിലും എത്തിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വലതുകരം ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ, അധികാരത്തോടെ, പൂർണ്ണ ഉറപ്പോടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുവുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇരുകരങ്ങളും ശക്തമായി അടിച്ചു, കരങ്ങളെ അടിച്ച് എല്ലാ മഹത്വവും കർത്താവ്, എല്ലാ സ്തുതിയും കർത്താവ്. കർത്താവാണ് ദൈവം, കർത്താവാണ് ദൈവം, കർത്താവാണ് ദൈവം. അവിടുത്തെ കരുണ എല്ലാ മനുഷ്യരിലും ഇറങ്ങിച്ചെല്ലട്ടെ. അവിടുത്തെ സമാധാനം എല്ലാ മനുഷ്യരിലും ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരല്പസമയം നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ വർഷങ്ങൾക്ക് ശേഷം ഈ ശക്തൻ നഗറിൽ വീണ്ടും നിൽക്കുമ്പോൾ വലിയ 2 സന്തോഷമാണ്. ഒന്ന്, ഈ കേരളത്തിൽ നടത്തപ്പെട്ട എല്ലാ ശുശ്രൂഷകളിലും വെച്ച് ഏറ്റവും അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഞാൻ കണ്ട ഒരു മണ്ണാണിത്. ഹല്ലേലൂയ. അന്ന് ഈ മണ്ണിലാണ് ശരീരം തീപ്പൊള്ളലേറ്റ് കരിഞ്ഞുപോയ ഒരു ശരീരത്തിൻ്റെ അവയവം കർത്താവ് ഈ മണ്ണിൽ വെച്ചാണ് പുനർസൃഷ്ടിച്ചൊരു പുതിയ അവയവം ഒരു സഹോദരിക്ക് കൊടുത്തത്. ഏകദേശം 12 വർഷമായിട്ട് അവർക്ക് തൻ്റെ ഇടതും മാറിടം തീപ്പൊള്ളലേറ്റ് നഷ്ടപ്പെട്ട് കാൽത്തുടയിൽ നിന്ന് എടുത്തു വെച്ച മാംസമാണ്, കാൽത്തുടയിൽ നിന്ന് എടുത്തു വെച്ച സ്കിന്നാണ് അവരുടെ നെഞ്ചിൽ സർജറി ചെയ്ത് ഡോക്ടേഴ്സ് അവർക്ക് സാധാരണ നിലയിലെ ജീവിതത്തിന് അവർക്ക് അവസരമുണ്ടായത്. ഒരു വശത്ത് അവർക്ക് മാറിടമുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ നടന്ന ആ പ്രാർത്ഥനയിൽ അത്ഭുതകരമായിട്ട് ആ സ്ത്രീ അവരറിഞ്ഞു പോലുമില്ല, കർത്താവ് ഒരു പുതിയ അവയവം അവർക്ക് പുനഃസൃഷ്ടിച്ചു കൊടുത്തു. അതേപോലെ തന്നെ 100 കണക്കിന് ആളുകൾ, ഞാൻ ഇന്നും ഓർക്കുകയാണ്, ഇവിടെ ശക്തൻ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ ഒരു സഹോദരൻ ഇവിടെ ശബ്ദം കേട്ടപ്പോൾ എന്താണ് ശബ്ദം കേൾക്കുന്നതെന്ന് അറിയാൻ പന്തലിലേക്ക് വന്ന് കയറുകയും അതൊരു പ്രാർത്ഥനയാണെന്ന് അറിഞ്ഞ് അദ്ദേഹം സ്തുതിക്കാൻ തുടങ്ങി. ആ പന്തലിൻ്റെ ഏറ്റവും പിന്നിൽ നിന്ന് മുൻഭാഗത്തേക്ക് നടക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിലുണ്ടായിരുന്ന പല രോഗങ്ങളും, മാരകമായ പല വ്യാധികൾ അദ്ദേഹത്തെ അത്ഭുതകരമായിട്ട് വിട്ടുമാറി. അത്രയേറെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി വെളിപ്പെട്ടൊരു മണ്ണാണ്. വീണ്ടും 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 ഈ മണ്ണിൽ അങ്ങനെ ധാരാളം അവസരങ്ങൾ ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ ഈ മണിക്കൂറിൻ്റെ പ്രാധാന്യം, ഇന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ ഒരു വിജയത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് എന്നൊരു വാക്ക് നേരിട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച്
റഷ്യയിൽ ഉക്രൈനിൽ സമാധാനമുണ്ടാകാൻ ഒരു 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ എന്നവണ്ണം തുടക്കം കുറിച്ച ഒരു യുദ്ധം. വാസ്തവത്തിൽ ഞാനിന്ന് ആ റൗണ്ടിലൂടെ നമ്മൾ ഈ റാലി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആത്മാവിൽ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. നമ്മൾ കർത്താവിൻ്റെ ദാസനിലൂടെ ഈ അതീവ ശ്രദ്ധ ആവശ്യമുള്ളൊരു ശുശ്രൂഷ, ലോകത്തിലെ പലരും ഏറ്റെടുക്കുവാൻ മടിക്കുന്ന, വലിയ വിശ്വാസം കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റിയ ആത്മീയ യുദ്ധങ്ങൾ ഏറ്റെടുത്ത് അത് വിജയിപ്പിച്ച് ആ യുദ്ധം നടത്തി അത് ജയിക്കുന്ന കർത്താവിൻ്റെ ദാസനും സ്പിരിഡൻജീസും. ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് മാത്രം, വിശ്വാസത്തിൽ ചൂടുവെക്കുകയാണ്. വലിയ 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 ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നമ്മൾ അണിനിരന്ന് ആ യുദ്ധം കർത്താവ് നമ്മളെ ജയിപ്പിക്കുകയാണ്. ഇന്ന് ആ റൗണ്ടിലൂടെ നടന്നപ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു വലിയ യാഥാർത്ഥ്യം, വാസ്തവത്തിൽ നമ്മൾ ഈ പ്രാർത്ഥനകളിലൂടെ റഷ്യ ഉക്രൈനോടുള്ള യുദ്ധം അവസാനിച്ച് ആ 2 രാജ്യങ്ങളിൽ സമാധാനം ശാശ്വതമായിട്ടുണ്ടാകണം എന്നൊരു വലിയ ദൗത്യത്തിന് വേണ്ടി മാത്രമല്ല കർത്താവിന് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ഈ പ്രാർത്ഥന ഒരു 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിൽ നിന്ന് ഈ ലോകം മുഴുവനെയും എല്ലാ രാജ്യങ്ങളെയും തടയുകയാണ്. വാസ്തവത്തിൽ അതാണ് ഈ ജപമാല റാലികളുടെ യഥാർത്ഥമായ വിജയം. ഹല്ലേലൂയ. ഏത് രാജ്യങ്ങൾ തമ്മിലാകട്ടെ, ഒരു 3-ാം ലോക മഹായുദ്ധത്തിനെതിരെയാണ് പരിശുദ്ധ ജപമാലയിലൂടെ സ്പിരിഡൻജീസിൻ്റെ ദൈവജനം കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നിലവിളിക്കുന്ന ഈ പ്രാർത്ഥനകളിൽ കർത്താവ് അതെടുക്കുന്നത് വീണ്ടും ഒരു നാശം, വീണ്ടും ഒരു യുദ്ധം, വീണ്ടും ഒരു അണ്വായുധ പ്രയോഗം മനുഷ്യരാശിയുടെ മേൽ വരുന്നതിൽ നിന്ന് ഈ ജപമാലയിലൂടെ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഒരു വലിയ യുദ്ധം കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാൻ പ്രിയപ്പെട്ടവരെ. വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. അതാണ് ഒരു വലിയ അന്ധകാര ലോകത്തോട്, ഈ ലോകത്തെ നശിപ്പിക്കുവാൻ നിൽക്കുന്ന അന്ധകാര ലോകത്തോട് നടത്തുന്ന യുദ്ധത്തിൽ നിശ്ചയമായിട്ടും നീതിമാനായ ദൈവത്തിൻ്റെ നീതി ഇറങ്ങി വരികയും കർത്താവിൻ്റെ കരം വിജയിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. രണ്ടാമതായി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ ഈ നഗരത്തിലേക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ഇവിടെ വരുന്നതിനു മുൻപ് കർത്താവ് നഗരത്തിൻ്റെ മേൽ, ഈ തൃശ്ശൂർ ജില്ലയുടെ മേൽ അഭിഷേകത്തിൻ്റെ വലിയൊരു അധികാരം ഇന്നത്തെ ഈ ജപമാല റാലിയിലൂടെ കർത്താവ് ഇവിടെ വർഷിക്കുക തന്നെ ചെയ്തു. വിജയം നൽകുന്ന കർത്താവ്. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. എന്നാൽ അതേ വചനം അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും സൗഖ്യവുമായി മാറുന്നത് മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോഴാണ്. നിങ്ങൾ അർപ്പിച്ച ഓരോ ജപമാല രഹസ്യങ്ങളും, നിങ്ങൾ ചൊല്ലി ഓരോ നന്മ നിറഞ്ഞ മറിയമേന പ്രാർത്ഥനയും നമ്മൾ അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത പല രാജ്യങ്ങളിലുള്ള എത്രയോ മനുഷ്യരുടെ സമാധാനത്തിന് കാരണമായിട്ട് മാറി. നമുക്ക് കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ഉണർവോടെ, കൂടുതൽ ബോധ്യത്തോടെ പരിശുദ്ധ അമ്മയുടെ ഈ വലിയ സൈന്യനിരയിൽ അംഗങ്ങളായിക്കൊണ്ട് കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് അഭിഷേകത്തിൽ ചേർന്ന് നിൽക്കാം. ദൈവം ഈ വലിയ വലിയ രഹസ്യങ്ങൾ, ലോകം തന്നെ, ലോകത്തിൻ്റെ രക്ഷ, വസ്തുതയിൽ യേശു കുരിശിൽ മരിച്ചു. കുരിശുമരണം നമ്മളെ സംബന്ധിച്ച് വലിയ വിജയമാണ്. പക്ഷെ ലോകത്തെ സംബന്ധിച്ചോ അത് ഭോഷത്വമാണ്. കുരിശിലെ ഭോഷത്വം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ, അവൻ തൻ്റെ ജീവൻ, പിതാവ് ദൈവം തന്നെ ആയവൻ തൻ്റെ പുത്രനെ മനുഷ്യരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ കുരിശിൽ മരിച്ചു. ലോകത്തെ സംബന്ധിച്ച് അതിലും വലിയൊരു ഭോഷത്വമില്ല. എന്നാൽ അതാണ് ലോകത്തിന് രക്ഷയായി മാറിയത്. അതേ ദൈവം ലോകദൃഷ്ടിയിൽ നിസ്സാരരായ നമ്മുടെ വിശ്വാസം വിലക്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച്
ഈ ലോകം മുഴുവനെയും അവിടുത്തെ സമാധാനത്തിൻ്റെ പുതപ്പില്, സമാധാനത്തിൻ്റെ മേലങ്കിയിൽ ജപമാല എന്ന അതിശക്തവും നാരിക ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തിയേറിയ പരിചയായ കന്യകാമറിയത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അധികാരത്തോട് ചേർന്ന് ഈ ലോകത്തിന് മുഴുവൻ സമാധാനം കൊടുക്കുവാൻ ഈ ദിവസങ്ങളിലെ മണിക്കൂറുകളിലെ നമ്മുടെ പ്രാർത്ഥന കാരണമായിട്ടുണ്ട്. ലോകത്തിൽ അനേകര് ജപമാല ചൊല്ലി ഉണരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വീണ്ടും കൂടുതൽ തീക്ഷ്ണതയോടെ ഈ യുദ്ധത്തിൽ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇരട്ടി ശക്തിയോടെ, ഇരട്ടി കരുത്തോടെ, ഇരട്ടി ഉണർവോടെ നിങ്ങളെല്ലാവരിലും ഇറങ്ങി നിറയുമാറാകട്ടെ. ആത്മാവിൽ ശക്തരാകട്ടെ, കരുത്തരും ധീരരുമാകട്ടെ, വിശ്വാസവും വിശുദ്ധിയുമുള്ളവരാകട്ടെ, വചനമനുസരിക്കുന്നവരും വചനത്തിൻ്റെ കാവൽക്കാരുമായി തീരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് നിശ്ചയമായിട്ടും സ്വർഗം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏറ്റവും ദുർബലരും നിസ്സാരരും ബലഹീനരും ഈ ലോകത്തിലെ ഏറ്റവും സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരെയും ദൈവം നമ്മളെ കണ്ടല്ലോ, കർത്താവ് നമ്മളെ വിളിച്ചല്ലോ, ഈ വലിയ യുദ്ധത്തിൽ കർത്താവ് നമ്മളെ ഒരു ഉപകരണമാക്കി മാറ്റിയല്ലോ. അവിടുത്തെ പക്കലേക്ക് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും, നിങ്ങളുടെ എല്ലാ അവസ്ഥകളും, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരും, വരാൻ ആഗ്രഹിച്ചിട്ടും എത്താൻ പറ്റാത്തവർ, ഭവനങ്ങളിലായിരിക്കുന്നവർ, അവരുടെല്ലാം മേൽ കർത്താവിൻ്റെ അധികാരം ഇറങ്ങി വരട്ടെ. ഈ രാത്രിയിൽ ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ മേൽ, ജില്ലയുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരവും ശക്തിയും മഹത്വവും വെളിപ്പെടട്ടെ. ദൈവദൂതന്മാരുടെ ആധിപത്യം ഈ നഗരത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, അധികാരത്തോടെ, ഉണർവോടെ സ്തുതിക്കാം. ഹല്ലേലൂയ.